ലോക നേതാക്കളോട് അല്ലേ ഈ ഒരു സാധാരണ ഒരു വളരെ ഫേമായിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള ഒരു ഹാൻഡ് ഷേക്കും പിന്നെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോസിങ്ങും ഒക്കെ ആണെങ്കിൽ, പക്ഷെ നേരെ ഇവിടെ വ്യത്യസ്തമാണ്. അതായത് അദ്ദേഹം പങ്കെടുക്കുമ്പോൾ എപ്പോഴും അദ്ദേഹം തൻ്റെ കൂട്ടുകാരെ പോലെയാണ് ഇവരെ എല്ലാവരെയും സ്വീകരിക്കുന്നതും അഭിസംബോധന ചെയ്യുന്നതും. ഒരു പക്ഷേ പ്രദീപിനെ തന്നെ കാണാൻ കഴിയും എത്ര മനോഹരമായിട്ടാണ് തമ്മിൽ കൈപിടിച്ച് തോളിൽ തട്ടി ചിരിച്ച് ഒരു പഴയ കൂട്ടുകാരെ കാണുന്നത് പോലെയുള്ള ഒരു ഊഷ്മളത. അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് പോലും അതിലേക്ക് എത്രത്തോളം അത് ആകർഷണീയമാണ് കിട്ടുന്നുള്ളതാണ്. രോഹിണി പറഞ്ഞതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താ പറയുക, ഈ നെഗോഷിയേഷൻ അതല്ലെങ്കിൽ ചർച്ച കൂടിക്കാഴ്ചയിലൊരു പ്രശ്നം എന്ന് പറയുന്നത് വിവിധ പേഴ്സണാലിറ്റികളുള്ളവരായിരിക്കും. നമുക്കിവിടെ തന്നെ നമുക്ക് കണ്ടാലറിയാം, ഇവിടെ ചിലർ വളരെ നല്ല കുട്ടികളൊന്നും മിണ്ടാതെ നടക്കുന്നത് കാണാം. അപ്പോൾ അതിങ്ങനെ അടുത്തടുത്ത് പോയി ചോദിക്കുമ്പോൾ അയാളോ തൊട്ടടുത്തിരിക്കുന്ന ആളോ പോലെ ഒരു ഇൻട്രോവേർട്ടാണ്. അപ്പോൾ അത് ഈ ബ്രേക്കിംഗ് ഐസ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഇദ്ദേഹം അനായാസമായി, കാര്യം ഏതൊക്കെ തരക്കാരെ, ഏതൊക്കെ രാഷ്ട്രങ്ങളിലുള്ള, ഏതൊക്കെ വിവിധ പശ്ചാത്തലമുള്ള നേതാക്കൾ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ ഈ അലിഞ്ഞില്ലാതാകുന്നൊന്നുമല്ല, പക്ഷെ എന്ത് ഊഷ്മളമായി, എന്ത് വാമായി, എന്ത് അടുപ്പത്തോടെ ഇൻഫോർമലായി സംസാരിക്കാൻ കഴിയുന്നു. കമ്മ്യൂണിക്കേഷൻ്റെ ഒരു അപാര സ്കിൽ എന്ന് വേണമെങ്കിൽ ഇത് പറയാവുന്നതാണ് അല്ലേ. ഒരു പക്ഷേ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രിമാരിൽ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ ആൾക്കാരെ എന്ന് മാത്രമല്ല ലോക നേതാക്കളെ ഉൾപ്പെടെ കയ്യിലെടുക്കുന്നത് എന്നും കൂടി നമുക്ക് പറയാൻ കഴിയും. കാരണം വളരെ സന്തോഷം നൽകുന്നൊരു കാഴ്ച തന്നെയാണ്. വളരെ നിർണായകമായ കൂടിക്കാഴ്ചകളാണ് നടക്കാനിരിക്കുന്നത്, അതൊക്കെ അറിയാം. പക്ഷേ ഇപ്പോഴുള്ള അവരുടെ ആ സംഭാഷണവും ചേർത്ത് പിടിക്കലും തമാശ പറയലും ഒക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. ഒരു പക്ഷേ ഭാരതം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നതും ഈ ഒരു ഊഷ്മളത അടിസ്ഥാനമാക്കി തന്നെയാകണം. ഇത് നയതന്ത്രത്തിനും അപ്പുറത്തേക്ക് എത്തി നിൽക്കുന്നു. അതായത് അതിൻ്റെ ഒരു നേതൃസ്ഥാനത്തേക്ക്, അതിൻ്റെ ഒരു ഒത്ത നടുവിൽ ഇങ്ങനെ നിലയുറപ്പിച്ച് നിൽക്കുന്നു. അഹങ്കാരം തെല്ലുമില്ലാതെ, എന്നാൽ അഭിമാനവും നമ്മുടെ താല്പര്യവും ബലി കഴിക്കാതെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലോകവേദികളിൽ കണ്ടിരുന്ന മറ്റൊരു കാഴ്ച, ഞാൻ ആരെയും അന്യായമായി കമ്പയർ ചെയ്യുന്നില്ല, കാര്യം പല പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ്, പല സാഹചര്യങ്ങളിൽ പ്രധാനമന്ത്രിമാരായവരാണ്, ആയിപ്പോയവരാണ്. പക്ഷേ ലോകവേദിയിൽ ഇന്ന് നരേന്ദ്രമോദി കടന്നു ചെന്ന് കഴിഞ്ഞാൽ ലോക നേതാക്കൾ അദ്ദേഹത്തിന് ചുറ്റും കൂടുന്നു. അദ്ദേഹം നമ്മൾ കടന്നു വരുമ്പോൾ പെട്ടെന്നൊരാളെ ശ്രദ്ധിച്ചില്ല എങ്കിൽ പുറകെ വന്ന് അല്ലെങ്കിൽ പിന്നിൽ നിന്ന് വന്ന് ഒത്തുകൂടുന്നു, മോദിക്ക് ചുറ്റും കൂടുന്നു. ഇത് ഒരു വീമ്പ് പറച്ചിലല്ല. മറ്റു പല പ്രധാനമന്ത്രിമാരുടെയും കാഴ്ച ഒരു പക്ഷേ അങ്ങനെ ഒരാളുണ്ടെന്ന് പോലും അറിയാൻ പറ്റാത്ത വിധത്തിൽ ഈ കൂട്ടത്തിലൊരു ചിത്രമായി മാറുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണുന്നത്. എന്തായാലും അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ്. ഇനി വാർത്ത നമ്മൾ എത്ര ആകാംക്ഷയോടെ, എത്ര ആവേശത്തോടെ ഉറ്റുനോക്കുന്നുവോ അതുപോലെ തന്നെ ലോകം മുഴുവൻ ഇന്ന് അവിടേക്ക് ഉറ്റുനോക്കുകയാണ്. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്ലീനറി സെഷനെ അഭിസംബോധന ചെയ്യും. അതൊന്ന്. കഴിഞ്ഞ ദിവസം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒട്ടനവധി വാർത്തകൾ ഇന്നലെ ഇതായിരുന്നു നമ്മുടെ എഡിറ്റേഴ്സ് ചോയ്സിൽ ഈ വിഷയമാണ് ചർച്ച ചെയ്തത്. അതിഥികൾ നമ്മളോടൊപ്പം ഉള്ളപ്പോൾ തന്നെ പ്രധാനപ്പെട്ട 2 വാർത്തകൾ വന്നിരുന്നു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി മാധ്യമങ്ങളോട് പറഞ്ഞ 2 സുപ്രധാന കാര്യങ്ങൾ. ഒന്ന്, അതിർത്തി പ്രശ്നത്തിന് പരിഹാരത്തിന് ധാരണയായി എന്നുള്ളത്. ഇനി അതിൻ്റെ പ്രായോഗിക വശങ്ങൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യുമെന്നത്, അതിൻ്റെ ലോജിസ്റ്റിക്സ് അടക്കം അത്ര എളുപ്പമല്ല. വർഷങ്ങളായി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ട്രൂപ്പ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ട്രൂപ്പ് സാന്നിധ്യം, ആ സൈനിക സാന്നിധ്യം പിൻവലിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ശ്രദ്ധേയമായി തോന്നിയ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ സംയുക്തമായി നേരിടും എന്ന് വിക്രം മിശ്രി പറയുന്നു ഈ ചർച്ചയ്ക്ക് ശേഷം. ഇന്നലത്തെ ചർച്ചയിൽ നമ്മളടക്കം ഉന്നയിച്ചൊരു ആശങ്കയെന്ന് പറയുന്നത് ചൈനയോട് ഭാരതം അടുക്കുന്നു, ചൈനയുമായി കൂടുതൽ ഊഷ്മളമായ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നു, ആനയും വ്യാളിയും ഒരുമിക്കുന്നു, എലിഫൻറ്റും ഡ്രാഗണും ഒന്നിക്കുന്നു എന്ന് പറയുമ്പോഴും ചൈന പാകിസ്ഥാൻ അന്തർധാര അതെങ്ങനെ നമ്മൾ ഡീൽ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു സന്ദേശമായി കൂടി ഇതിനെ കാണണം എന്ന് കരുതുന്നു. അതിർത്തി കടന്നുള്ള തീവ്രവാദം എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി പഠിപ്പുരയിൽ പോകേണ്ട കാര്യമില്ല. ഐസൻ ജോസ് ചേരുകയാണ് നമുക്കൊപ്പം ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഐസൻ ജോസ്, ഗുഡ് മോർണിംഗ്, നമസ്തേ. ഇന്നത്തെ കൂടിക്കാഴ്ചയുടെ പ്രാധാന്യം, ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത് മോദി പുടിൻ കൂടിക്കാഴ്ചയിലേക്കാണ്. ഒപ്പം SCO വേദിയിൽ
പ്രധാനമന്ത്രി എന്ത് പറയും ഈ ഉച്ചകോടി പ്ലീനറി സെഷനെ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്നതും ഏറെ ആകാംക്ഷയോടെ കൗതുകത്തോടെ ലോകം കാത്തിരിക്കുന്നൊരു വിഷയമാണ്. തീർച്ചയായും പ്രദീപുള്ള കൗതുകത്തോടെ തന്നെ കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി എന്താണ് SCO സമ്മേളനത്തിൽ പറയുക എന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭാരതത്തിൻ്റെ വിദേശകാര്യ ശൈലികളെല്ലാം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായി നമുക്കറിയാവുന്നത് ഭീകരവിരുദ്ധ പോരാട്ടത്തിൻ്റെ നേതൃനിരയിൽ വരിക, അതിൻ്റെ മുന്നണി പോരാളിയാവുക എന്നൊരു നിലപാട് ഭാരതം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ ഗ്ലോബൽ സൗത്തിൻ്റെ വക്താവാവുക എന്നതും ഭാരതത്തിൻ്റെ ഒരു പ്രധാനമായ ഒരു നീക്കമാണ്. അന്തർദേശീയ തലത്തിൽ ഏറ്റവും പ്രധാനമായൊരു നീക്കമാണ്. ആ നീക്കത്തിൻ്റെ ഭാഗമായി ഇന്ന് SCO സമ്മേളനത്തിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുക, പ്ലീനറി സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുക ഈ ഭീകരവിരുദ്ധ നീക്കത്തിൻ്റെ ഒരു ധാരണകൾക്ക് വേണ്ടിയുള്ള ചർച്ചകൾ തന്നെയായിരിക്കും. പഹൽഗാം ആക്രമണത്തിൻ്റെ വിഷയങ്ങളും അനുബന്ധ പരാമർശങ്ങളും എല്ലാം തന്നെ നടക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചു നിന്ന് പോരാടുമെന്ന നിലപാട് ചൈനയും ഭാരതവും തമ്മിൽ എടുത്തിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ഇന്നലെയാണ് നേരത്തെ പ്രതിപിള്ള സൂചിപ്പിച്ചതുപോലെ വിക്രം മിശ്ര ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തത്. ഇത്തരത്തിലൊരു ചർച്ച നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ചൈന പാകിസ്ഥാനിൽ നടത്തുന്ന ചില സാമ്പത്തിക നിക്ഷേപങ്ങൾ, പശ്ചാത്തല സൗകര്യ നിക്ഷേപങ്ങളൊക്കെ ഉണ്ട്. ബെൽറ്റ് റോഡ് ഇനീഷ്യേറ്റീവൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തതുമാണ്. ഇത്തരത്തിലുള്ള ഇടപെടലിനേക്കാൾ അപ്പുറം ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് ഇരു രാജ്യങ്ങളും, അതായത് ഭാരതവും ചൈനയും സഹകരിക്കുകയും സ്വാഭാവികമായും അമേരിക്കയുടെ സ്വാധീനം പാകിസ്ഥാനിൽ വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നൊരു പശ്ചാത്തലത്തിൽ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾക്ക് നൽകുന്ന ശാക്തീകരണം തന്നെയായിരിക്കും പ്രധാനം. ഈ SCO സമ്മേളനത്തിൽ ഔദ്യോഗികമായ ഒരു സംയുക്ത പ്രസ്താവന ഭീകരതയ്ക്കെതിരെ ഉണ്ടാകുമോ എന്ന ആശയപരമായ കൃത്യമായൊരു ചോദ്യവും വിദേശകാര്യ നിരീക്ഷകർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളനുസരിച്ച് ഇത്തരത്തിലുള്ള ഈ വിഷയങ്ങളിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഷെഹബാസ് ഷെരീഫിന് മുന്നിലൂടെ പുടിനുമായി നടന്നു പോകുമ്പോൾ ഒരു ഏതെങ്കിലും ചെറിയ രീതിയിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്ന ഷെയ്ഖ് ഹാൻഡ് നൽകുക, അതിനൊന്നും പ്രധാനമന്ത്രി മുതിർന്നില്ല എന്നത് പ്രധാനമായൊരു സൂചനയായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. നമ്മുടെ പ്രധാനമന്ത്രി മുതിർന്നില്ല എന്നുള്ളതിൽ വാർത്തയില്ല. കാര്യം അവിടെ അദ്ദേഹം നിൽക്കുകയും വളരെ വ്യാജമായ ഫേക്കായ ഒരു ഹസ്തദാനമോ ആലിംഗനമോ അല്ലെങ്കിൽ ഒരു കുശല പ്രശ്നമൊക്കെ നടത്തിയാൽ മാത്രമേ ഒരു പക്ഷേ അത് ശ്രദ്ധിക്കൂ. പക്ഷേ മറ്റൊന്ന് ഇന്നലെ മോഹൻ വോഗി സാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ വേദിയിലൂടെ ഷീ ജിൻ പിങ് നടന്നു പോകുമ്പോൾ അവിടെ ഷഹബാസ് ഉണ്ടായിരുന്നു, പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ഒന്നും മുഖത്ത് പോലും നോക്കാതെ, പോട്ടെ ഹസ്തദാനം പോട്ടെ, പുഞ്ചിരി പോട്ടെ, മുഖത്ത് പോലും നോക്കാതെയാണ് അദ്ദേഹവും നടന്നു പോയത് എന്നുള്ളൊരു കാഴ്ചയും അവിടെ നിന്നുണ്ടായി. ഐസൻ തുടരാം. തീർച്ചയായും പ്രദീപിള്ള ആ കാഴ്ചയിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാരതത്തിൻ്റെ ഹൃദയത്തുടിപ്പ് കൃത്യമായും ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കുക തന്നെയാണ് പ്രധാനമന്ത്രി ചെയ്തത് എന്നാണ്. കാരണം നമുക്കറിയാവുന്നതാണ് ഭാരതത്തിൻ്റെ ഹൃദയത്തിനേറ്റ മുറിവാണ് പഹൽഗാം ഭീകരാക്രമണം. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരെന്ന് കൃത്യമായ വിവരങ്ങൾ NIA തന്നെ ഔദ്യോഗികമായി പുറത്തുവിടുന്ന ഒരു സാഹചര്യം കൂടി കഴിഞ്ഞതിന് ശേഷം ആ സംവിധാനത്തിൻ്റെ കൂടി നേതൃത്വത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി സ്വാഭാവികമായും ഒരു കുറ്റവാളി ഏത് രീതിയിലാണോ സമീപിക്കപ്പെടേണ്ടത് അത്തരത്തിലുള്ളൊരു സമീപനം തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പാകിസ്ഥാനെതിരായി ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അത് ഭാരതത്തിൻ്റെ ഒരു വികാര പ്രകടനമായി തന്നെ, അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങളുടെ, നമ്മളുടെ എല്ലാവരുടെയും ഒരു വികാര പ്രകടനമായി തന്നെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. തീർച്ചയായും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തീർച്ചയായും ഉണ്ടായതും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റുമായി ചേർന്ന് നടന്നു വന്നത്, അതായത് റഷ്യൻ പ്രസിഡന്റുമായി കൂടി നടന്നു വരുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ മുന്നോട്ട് വെച്ച ആ വൈദേശിക വിഷയങ്ങളെല്ലാം തന്നെ, വൈദേശിക ബന്ധത്തിൻ്റെ വിഷയങ്ങളെല്ലാം തന്നെ ഒരു മറുപടിയായി, ഒരു സൂചനയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അമേരിക്ക പാകിസ്ഥാനോട് അടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ഭാരതത്തിന് എന്തിനാണോ അധിക പിഴ താരിഫ്, അതാണ് കൃത്യമായും ട്രംപ് ഉന്നയിച്ചിരുന്നത്. അതായത് പെനാൽറ്റി താരിഫ് എന്ന് തന്നെയാണ് റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഭാരതത്തിനെതിരെ ചുമത്തിയ നികുതിക്ക് അദ്ദേഹം നൽകിയ പേര്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ എണ്ണ ഇറക്കുമതി നിർത്തുന്ന വിഷയമില്ല, അത് കൃത്യമായി തുടരുകയും ചെയ്യുമെന്ന് അറിയിക്കുകയും ഈ അടുത്ത ദിവസങ്ങളിൽ റെക്കോർഡ് എണ്ണ വിൽപ്പന ഇരു രാജ്യങ്ങൾക്കിടയിൽ നടക്കുകയും ചെയ്തു, അല്ലെങ്കിൽ ഭാരതം വാങ്ങുകയും ചെയ്തു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുമ്പോൾ റഷ്യൻ പ്രസിഡന്റുമായി നടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്കും അതുപോലെ തന്നെ പാകിസ്ഥാനും ഒരു മുന്നറിയിപ്പാണത്. സ്വാഭാവികമായും ഭാരതത്തിൻ്റെ വിദേശകാര്യ നയങ്ങളിൽ വെള്ളം ചേർത്തല്ല മറ്റേതെങ്കിലും വ്യക്തികളുടെ താല്പര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും സംരക്ഷിക്കേണ്ടത് എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉള്ളത് എന്നതിൻ്റെ ഒരു വിശദീകരണം കൂടിയാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും റഷ്യയുമായുള്ള ചർച്ചകളിൽ ഈ താരിഫുമായുള്ള വിഷയങ്ങൾ കടന്നു വരുമെന്നതൊരു വിഷയം തന്നെയാണ്. എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ചും കൂടുതൽ ബന്ധങ്ങൾ ശാക്തീകരിക്കുന്നത് സംബന്ധിച്ചുമുള്ള വിവിധങ്ങളായ ചർച്ചകൾ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം നമുക്ക് പറയാനുള്ളത് S-400 എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അതായത് ഈ വ്യോമ
വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്, സുദർശൻ എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം തന്നെ അടുത്ത ഘട്ടം ഭാരതത്തിന് നൽകാനിരിക്കുന്നു. 2026 അത് വരും എന്ന ഒരു പ്രതിരോധ സംവിധാനങ്ങളുടെ ഭാഗമായുള്ള ചർച്ചകളുണ്ട്. മറ്റു വിമാനങ്ങളുടെ മിഗ് വിമാനങ്ങളുടെയൊക്കെ പല കോൺട്രാക്റ്റുകളുടെ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിൽ സൈനികമായ ബന്ധം ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ശാക്തീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇന്നലെ ചൈനയുമായി നടന്ന ചർച്ചയിലും ഇത്തരത്തിൽ വിശാലമായ വാണിജ്യ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഈ മാർക്കറ്റിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഇന്ത്യ, റഷ്യ, ചൈന മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു വിശാലമായ മാർക്കറ്റിൻ്റെ ഒരു രൂപീകരണത്തിനുള്ള നീക്കങ്ങൾ വാണിജ്യ രംഗത്ത് നടത്തുന്നു. ഉഭയകക്ഷി ചർച്ചകളെല്ലാം തന്നെ തുടരുന്നു. അതും ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു പ്രധാന വിഷയം ഇന്ന് വ്ളാഡിമിർ പുടിനുമായി നടക്കുന്ന കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയിൽ പ്രധാനമായ ഒരു വിഷയമായി തന്നെ വരിക യുക്രൈൻ വിഷയമാണ്. യുക്രൈനിൽ ചൈനയിൽ പ്രധാനമന്ത്രി എത്തിയ ആ ദിവസം തന്നെ യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചിരുന്നു. സാഹചര്യങ്ങളെല്ലാം അറിയിച്ചുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് ഏറ്റവും വിശാലമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചത് സംബന്ധിച്ചാണ് യുക്രൈൻ പ്രസിഡന്റ് നാളിതുവരെ ട്വിറ്ററിൽ നൽകിയ അല്ലെങ്കിൽ എക്സിൽ പങ്കുവച്ച കുറിപ്പുകളിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും ദീർഘമായൊരു കുറിപ്പിലൂടെ ആ നിലപാട് കൃത്യമായി അറിയിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയും വേണമെന്ന കൃത്യമായൊരു സൂചന തന്നെ നൽകിയിരുന്നു. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ പിന്തുണ നൽകുന്ന എല്ലാ കാര്യങ്ങളും ഏതൊക്കെ കാര്യങ്ങളാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വിശദീകരിച്ചത് അതെല്ലാം തന്നെ വിശദീകരിച്ച് ലോകത്തോട് പറയുന്ന ഒരു സാഹചര്യം സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇന്ന് റഷ്യയുടെ പ്രസിഡന്റുമായി ചർച്ചകൾ നടക്കുമ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ളൊരു നീക്കം നമുക്കറിയാവുന്നതാണ്. യഥാർത്ഥത്തിൽ ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ആശയം ശ്രീബുദ്ധൻ്റെ അഹിംസയാണ് എന്ന് കൃത്യമായി രണ്ട് രാഷ്ട്രങ്ങളും സന്ദർശിച്ച് പറഞ്ഞ പ്രധാനമന്ത്രിയാണ് വീണ്ടും ആ ഒരു രാഷ്ട്രത്തലവനോട് അതായത് സെലൻസ്കിയുമായി ഫോണിൽ സംസാരിക്കുകയും പിന്നീട് റഷ്യൻ പ്രസിഡന്റുമായി നേരിട്ട് സംസാരിക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷേ യുക്രൈൻ സമാധാന ചർച്ചകൾ ശാക്തീകരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ യുദ്ധം സമാധാനത്തിലേക്ക് നീങ്ങുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയും അധികം വൈകാതെ അതിലൊരു മധ്യസ്ഥം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും യുക്രൈൻ യുദ്ധം ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുകയും ചെയ്യുമെന്ന പ്രതീക്ഷകളും അന്താരാഷ്ട്ര നിരീക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്.